ഗൈസ് നമ്മളങ്ങനെ കുമരകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. നമ്മളങ്ങനെ ഇന്നത്തെ ട്രിപ്പ് കുമരകത്തോട്ടാണ്. നമ്മൾ കുമരകം കാണാൻ പോവാണ്. അതുവഴി നമ്മൾ തണ്ണീർമുക്കം ബണ്ടും കാണും. നമ്മൾ ഈ യാത്ര വളരെ ചിലവ് കുറച്ചുള്ളൊരു യാത്രയാണ്. ഇത് മറ്റേ യാത്രക്കാരെ ബോട്ട് കിട്ടി. ഗൈസ് നമ്മൾ അവിടുന്ന് വീണ്ടും അവിടെ നമ്മുടെ യാത്രക്കാരെ ബോട്ടൊക്കെ ഉണ്ടോയെന്നൊന്ന് കാണാൻ വേണ്ടി പോയതാണ്. അത് കാണാൻ പറ്റിയില്ല. അവിടെ ബോട്ടൊന്നുമില്ല. അവിടെ 2-3 പേര് ആൾക്കാർ ഇരിപ്പുള്ളൂ. നമ്മൾ അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു നല്ല അടിപൊളി ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ താഴെ ഹൗസ് ബോട്ടുകളും ബോട്ടുകളൊക്കെ കിടന്നാണ്. നല്ല രസമാണ്. ചെറിയ ബോട്ട് വലിയ ബോട്ട് ആൾക്കാരെ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അതാ അത്ര ഹൗസ് ബോട്ട്. സാധാ ബോട്ട് അല്ലേ? ഷിക്കാര ബോട്ട് അങ്ങനെ കിടക്കണമല്ലോ. അത്യാവശ്യം സ്പീഡുണ്ടല്ലേ? അങ്ങ് ഹൗസ് ബോട്ടല്ല കിടക്കുന്നത്. ഇതെങ്ങനെയാടോ ചാർജ്? മണിക്കൂർ 800. എത്ര പേരോ? അങ്ങനല്ലേ? എല്ലാ ദിവസവും ഉണ്ടോ? ഞങ്ങൾ അല്ല എത്ര നമ്മളെത്ര പേരുണ്ടോ അതിനനുസരിച്ചാ. ഒരാൾക്കാണോ? അപ്പം റേറ്റ് കൂടും അല്ലേ? 800 അരമണിക്കൂർ കൂടുമ്പോ. ഗൈസ് നമ്മൾ അങ്ങനെ തണ്ണീർമുക്കം ബണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ തണ്ണീർമുക്കം പാലത്തായിട്ട് ഒരു സൈഡിൽ ബണ്ടും ഒരു സൈഡിൽ പാലമാണ്. നമ്മളതേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബണ്ട്. കടലല്ല, ഈ റൈറ്റ് സൈഡിലാണ് ബണ്ടാണ് പുറത്ത്. ഇതാണ് പൊക്കുന്നതാണ്. ഈ സൈഡിൽ കാണുന്നില്ല ഓളമുണ്ട്. അവിടെ ഞാനൊരു ദ്വീപ് ദ്വീപാണ്. നമുക്ക് അവിടെ ഐസ്ക്രീമുണ്ട്, കടയുണ്ട്. ഈ പാലം ഈ തണ്ണീർമുക്കം ബണ്ട് പണിഞ്ഞത് 1974 ഇതിൻ്റെ പണി തുടങ്ങി. 76 അത് പ്രവർത്തനം ആരംഭിച്ചത്. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ്. ഈ പാലത്തിൽ കൂടെ നേരെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നേരെ ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴയിലോട്ടും പോകാം, ചേർത്തലയിലോട്ടും പോകാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഷട്ടറുകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ അവിടെ താഴെ കുട്ടനാട് ഭാഗങ്ങളിൽ കൃഷി സ്ഥലങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇപ്പുറത്തെ സൈഡ് മൊത്തം ഉപ്പുവെള്ളം. അപ്പോൾ അത് നേരെ ആ കൃഷി സ്ഥലത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ബണ്ട് നിർമ്മിച്ചത്. ഇപ്പോൾ എല്ലാം തുറന്നു വെച്ചു. 3 മാസമായിട്ട് ഇപ്പോൾ എല്ലാം തുറന്നു വെച്ചിരിക്കുക. നമുക്കതും കാണാം. 3 മാസമായിട്ട് അത് ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ വന്ന് നിരവധി കടകളുണ്ട്. നമുക്ക് ആ കടകളിൽ പോയിട്ട് ലൈറ്റായിട്ട് ഫുഡും കഴിച്ച് അവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. വണ്ടി വെച്ചിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലേ? ഒന്നുകൂടെ അടിയതേ കപ്പേ കപ്പയും കക്കയിറച്ചി കപ്പയും ബീഫും അതാടാ ബീഫ്.
ഇഷ്ടപ്പെട്ടോ? പഴംപൊരിയോ? അത് ഇഷ്ടപ്പെട്ടോ? ഉള്ളോ? ഇതുള്ളോ? അപ്പോൾ ഇത് നമുക്ക് ഇഷ്ടപ്പെടാൻ കപ്പയും കക്ക ഇറച്ചി അത് ഞാനും കഴിച്ചോളേ. കപ്പയും ബീഫ് കറിയും കഴിച്ചിട്ട് ഒരാൾ വരുന്നുണ്ടോ? കരിക്കുണ്ട്, പാലുണ്ട്, പിസ്തയുണ്ട്, ചോക്ലേറ്റ്, ടെൻഡർ കോക്കനട്ട്, ജാക്ക് ഫ്രൂട്ട്, ബട്ടർ സ്കോച്ച്, സ്പാനിഷ്. നിങ്ങൾക്കെന്തോടാ വേണ്ടി? നിങ്ങൾക്കെന്തോടി വേണ്ടി? സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം. നിങ്ങൾക്കെന്താണോ? സൂര്യനെ മേടിച്ച് നമുക്ക് കൂടെ കഴിക്കാം, അതാണ് നല്ലത്. സ്പോട്ട് വന്നുണ്ടോ? പാസ്പോർട്ട് വന്നുണ്ടോടാ? പോക്കോട്ടോ. ഓളം കണ്ടോ? അതിന് ഓളം കണ്ടോ? വിട്ടാവോ? ഓഹോയ് 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 തുടങ്ങി കഴിഞ്ഞിട്ട് ഉള്ളൂ. ഓഫ് ചെയ്തിട്ട് വരും, ഓഫ് ചെയ്തിട്ട് വരും. കരിമീൻ ജിലേബിയുണ്ട്. വലുതെല്ലാം മറ്റേ സിലോപ്പി ആയിരിക്കും, ചെറുത് കരിമീനായിരിക്കും. മുടക്കോലിട്ട് എടുത്തല്ലേ? അത് 500 2 ടൈപ്പാണോ? വലുതോ? ആ ഹാ ഹാ. ഇവിടെ തന്നെ ഉടക്കോലായിട്ട് പിടിക്കുന്നതാണോ? ആണോ? വേമ്പനാട്ട് കായല, വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ ഉപ്പുവെള്ളം, നേരെ ആ ഉപ്പുവെള്ളം അങ്ങോട്ട് ഇത് കോട്ടയം ജില്ലയുടെ ലാസ്റ്റ് എൻഡിങ്ങും പിന്നെ ആലപ്പുഴ കോട്ടയം ജില്ലയുടെ അതിർത്തിയാണ് അല്ലേ? അപ്പം ഇപ്പുറത്ത് അടിച്ച ആലപ്പുഴ സൈഡാണ്. 2ഉം 3ഉം പാലമായിട്ടല്ലേ വേറെ ഇടയ്ക്കിടയ്ക്ക് ഒരു ദ്വീപ് പോലെ കച്ചവടക്കാർക്ക് നമുക്ക് ഇറങ്ങി കാണാനൊന്നും. അല്ലാതെ ഇവിടെ ഒരു ടൂറിസ്റ്റായിട്ടൊന്നും ഇവിടെ ഒന്നുമില്ല അല്ലേ? ഇപ്പം നമുക്ക് വൈകുന്നേരം നല്ല കാറ്റ്, ഭയങ്കര കാറ്റ്, നല്ലതാണ്. ഭയങ്കര കാറ്റ്. വൈകുന്നേരം ചുമ്മാ ഇവിടെ വന്നിരുന്നത് മേടിക്കുമോ? നമ്മളിപ്പോൾ തന്നെ അവിടെ വന്ന് കപ്പയും നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. കപ്പയും ബീഫും പിന്നെ കപ്പയും കക്കയിറച്ചി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ബീഫ് കറിയും കൊള്ളാം, അതുകൊണ്ട് അത് നല്ല ടേസ്റ്റാണ്. അവരോട് പറയും അത് 100 രൂപയാണ് കപ്പയും ബീഫ് കറിക്ക്. കപ്പയും കക്കയിറച്ചിക്ക് 80 രൂപ. അങ്ങനെ ഓരോ മീനുണ്ട്, കപ്പയും മീനും കൂടെ ഉണ്ടെങ്കിൽ 50 ഉള്ളൂ. പക്ഷേ അത് 2 സൈഡുണ്ട് കേട്ടോ.
ഒന്നുമില്ല, ജസ്റ്റ് അവിടെ ഒരു സ്കൂട്ടർ കൊണ്ട് പോകും. അവിടെ കണ്ടാലേ ഇവിടെ നിർത്തുള്ളൂ. ഹോട്ടലാണ് കേട്ടോ, ബോട്ടിന്, പഴയ ബോട്ടിനകത്തൊരു ഹോട്ടൽ. നേരെ ഒന്ന് പോകും. അടിപൊളി. നമ്മ ഓളം അല്ലേ, ഇവിടെയല്ലേ ഉപ്പുവെള്ളം അല്ലേ? ഷട്ടറെല്ലാം ഓപ്പണാ, തുറന്നു വെച്ചേക്കാം. അത് പുതിയ ഷട്ടർ. അപ്പോൾ പുതിയ ഇവിടെ ആയിരിക്കും ഉപ്പ് വെള്ളം ഷട്ടർ തുറന്നു വെച്ചിരിക്കും, ഓപ്പണാണ്. ഞങ്ങൾ 2 വീലറിലാണ് യാത്ര ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാറ്റ് പിടിക്കുന്ന ശബ്ദങ്ങൾ ചില ഓഡിയോയിലൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ കുറേയൊക്കെ ഒത്തിരി ഒഴിവാക്കി. എന്നാലും കുറച്ച് ഓഡിയോയിലൊക്കെ ഉണ്ട്. അത് നമുക്ക് ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. എന്നാലും ഞങ്ങൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. തീർന്നില്ല, നമ്മൾ ഈ പോകുന്ന വഴി കുറേ കൊഞ്ച് വിൽക്കുന്ന കടകൾ കണ്ട് അവിടെ നിന്ന് കുറച്ച് കൊഞ്ചും വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആൻറ്റി, കുറേ കൊല്ലം താഴെ